ഹലോ, വെൽക്കം ടു കറി ലീവ്സ്. ഇന്ന് ഞാൻ കപ്പ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വരൂ തുടങ്ങാം. ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവയാണ് ഞാൻ എടുത്തത്. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഗോതമ്പ് പൊടിയും ഉപ്പും എല്ലാം ഒന്ന് യോജിപ്പാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2-3 തവണ അരിച്ചെടുക്കുന്നത്. 1/2 ഗ്ലാസ് ഞാൻ ഷുഗർ പൊടിച്ചത് എടുത്തിട്ടുണ്ട്. 1/4 ഗ്ലാസ് ഓയില്, 1/4 ഗ്ലാസ് പുളിയില്ലാത്ത തൈര്. ഇനി ഇവ നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഗോതമ്പ് പൊടി കുറേശ്ശായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് തിളപ്പിച്ചാറിയ പാൽ ഒഴിക്കാം. എന്നിട്ട് ഇളക്കി യോജിപ്പിക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടി പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കപ്പ് കേക്കിൻ്റെ മുകളിലേക്ക് കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഫുൾ ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിന് പൊങ്ങി വരാനുള്ള സ്ഥലം അവിടെ കുറച്ച് നമ്മൾ വെക്കേണ്ടതുണ്ട്. ഇവിടെ നിക്കിത എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ചോക്കോ ചിപ്സ് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം റീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നുണ്ട്. ഈ കൺവെക്ഷൻ മോഡ് പ്രസ് ചെയ്തിട്ട് 180 ഡിഗ്രി ആക്കിയിട്ട് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്താൽ പ്രീഹീറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഹീറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് കേക്ക് മിക്സ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 30 മിനിറ്റ്സ് നമുക്ക് സെറ്റ് ചെയ്യാം. ഞാൻ ആദ്യം 25 മിനിറ്റാണ് സെറ്റ് ചെയ്തിരുന്നത്. എന്നിട്ട് ശരിക്കും വെന്തില്ലായിരുന്നു ഞാൻ ചെക്ക് ചെയ്തപ്പോൾ. അതുകൊണ്ട് ഞാൻ ഒരു എക്സ്ട്രാ 5 മിനിറ്റ്സും കൂടി വെച്ചു. ഇപ്പോൾ ശരിയായി വന്നിട്ടുണ്ട്. അങ്ങനെ കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കാം. സ്കൂളിലേക്ക് ഒരു നല്ല സ്നാക്സ് ആയിട്ട് കുട്ടികൾക്ക് കൊടുത്തുവിടാൻ എളുപ്പമാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.